കളമശ്ശേരി മണ്ഡലം മുഹമ്മദ് ഷിയാസിന് മത്സരിക്കാൻ കൊടുക്കും എന്നൊക്കെ ഉള്ളൊരു ചർച്ച എന്ന് പറഞ്ഞാൽ ചാനലിൽ ഇങ്ങനെ ഇടയ്ക്ക് കാണാം. അപ്പോൾ പിന്നെ പാർട്ടിയുടെ ചില സംസാരങ്ങൾ മുഹമ്മദ് ഷിയാസ് ഇവിടെ കളമശ്ശേരിയിൽ നിന്ന് മത്സരിക്കട്ടെ, എന്നിട്ട് മുസ്ലിം ലീഗിന് വേറെ സ്ഥലത്ത് സീറ്റ് കൊടുക്കാമെന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കാരണം മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ DCC പ്രസിഡൻ്റാണ്, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനുമാണ്. എറണാകുളം ജില്ലയിൽ എവിടെ നിന്നാലും മുഹമ്മദ് ഷിയാസ് ജയിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവരും അറിയും. മുഹമ്മദ് ഷിയാസ് എല്ലാ സ്ഥലത്തും പ്രവർത്തനവുമായി എല്ലാ സ്ഥലങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. മിക്കവാറും എല്ലാവരും അറിയുന്ന, എറണാകുളം ജില്ലയിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് ഈ മുഹമ്മദ് ഷിയാസ്. മറിച്ച് മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ കേരളം മൊത്തം അറിയപ്പെടുന്ന ആളായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്, VK ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹം കളമശ്ശേരിയിൽ നിന്ന് വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ വീണ്ടും ഒരു മത്സരം വന്നപ്പോൾ അവിടെ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ VK അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂർ നിൽക്കുകയും അവിടെ സ്വാഭാവികമായിട്ട് UDFന് മൊത്തം കേരളത്തിൽ തോൽവി സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ മകൻ, അതായത് VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ VK അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂർ പരാജയപ്പെട്ടു. അത് അന്നത്തെ ചില സാഹചര്യങ്ങളാണ്. പക്ഷേ വീണ്ടും അവിടെ അബ്ദുൽ ഗഫൂർ തന്നെ നിന്ന് മത്സരിക്കണം. കാരണം ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരുപാട് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ കളമശ്ശേരി മണ്ഡലം. ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ അത്ര പ്രാധാന്യം ഇന്ത്യൻ മുസ്ലിം ലീഗിന് കിട്ടില്ല. ഇപ്പോൾ കൊച്ചിയാണെങ്കിലും മട്ടാഞ്ചേരിയിലൊക്കെ നേരത്തെ ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് വിജയം ഉണ്ടായ ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെയൊക്കെ ഇനിയിപ്പോൾ ആ സാധ്യതകൾ മങ്ങി. ഇവിടെ കളമശ്ശേരിയിൽ നോക്കുമ്പോൾ ഈ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരുപാട് സാധ്യതകളും അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ആ സാധ്യതകളും, മാത്രമല്ല അവരുടെ കുടുംബക്കാർ മൊത്തം അവിടെ തന്നെയാണ്. ഈ ഇബ്രാഹിം കുഞ്ഞ് നേരത്തെ അവിടെ പല പദ്ധതികളും ചെയ്തു വെച്ചതിൻ്റെയും ആളുകളുമായി അടുപ്പുള്ളതിൻ്റെയും സാധ്യതകൾ അബ്ദുൽ ഗഫൂറിനും കിട്ടും. കാരണം ഈ അബ്ദുൽ ഗഫൂർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ അവിടെ നിന്ന ആളാണ്. അതുകൊണ്ട് ആ മണ്ഡലം മൊത്തം അദ്ദേഹത്തിന് അറിയാം, പരിചയമുണ്ട്, ആളുകൾക്കറിയാം. വീണ്ടും അവിടെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടും ഈ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ സാന്നിധ്യം ഉണ്ടായ മണ്ഡലമായതുകൊണ്ടും അദ്ദേഹം പല പദ്ധതികളോടെ പ്രവർത്തിച്ച് വച്ചിട്ടുള്ളതുകൊണ്ടും പല ആളുകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് ഇതെല്ലാം വിവിധ മതസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ VK ഇബ്രാഹിം കുഞ്ഞ്. അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മകന് വീണ്ടും ആളുകൾ വോട്ട് ചെയ്യാൻ വളരെ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ വേറൊരു മണ്ഡലം, ഈ എറണാകുളം ജില്ലയിൽ വേറൊരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരിക്കലും മുഹമ്മദ് ഷിയാസിന് ഈ മണ്ഡലം, കളമശ്ശേരി മണ്ഡലം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ജയിക്കുമായിരിക്കാം. മുസ്ലിം ലീഗിന് വേറെ സീറ്റിൽ നിന്നാൽ എറണാകുളം ജില്ലയിൽ ജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കളമശ്ശേരി മണ്ഡലം VK ഇബ്രാഹിമിൻ്റെ ആ സാന്നിധ്യം ഉണ്ടായിരുന്ന ആ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് മത്സരിക്കാൻ അവിടെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഇന്ത്യൻ മുസ്ലിം ലീഗിനും അതുപോലെ കോൺഗ്രസും എല്ലാം കൂടി ആലോചിച്ച് അങ്ങനെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ആ ഒരു സീറ്റ് അവിടെ ഉണ്ടാകും, പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് ഉണ്ടാവില്ല. ഇന്ത്യൻ മുസ്ലിം ലീഗിന് ഒരു മന്ത്രി ഉണ്ടായിരുന്ന മണ്ഡലമാണത്. അതൊരിക്കലും നഷ്ടപ്പെടാൻ മുസ്ലിം ലീഗ് തയ്യാറാവാതിരിക്കുന്നതാണ് നല്ലത്. കോൺഗ്രസും മുസ്ലിം ലീഗും വളരെ ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവിടെ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ അഡ്വക്കേറ്റ് VK അബ്ദുൽ ഗഫൂർ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വിജയിക്കും. അത് തീർച്ചയാണ്.